ഗുഡ് മോർണിംഗ്. ഉറക്കിനേറ്റേ ഉള്ളൂ. എനിക്കിന് ഇനിയിപ്പോൾ ഇന്ന് പല്ലിയേച്ച് സെറ്റാവണം. ബാക്കിയുള്ള അന്വേഷിച്ച സമയം അടുപ്പിച്ചായി. ഇനി നേരെ ഡ്യൂട്ടി കയറണം. ഞാൻ അവിടെ ചെന്നിട്ട് നോക്കണം. ഇനിയിപ്പോൾ എൻ്റെ ഒരു പമ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് തന്നെ. തണുപ്പൊരു രക്ഷയില്ല. പിന്നെ ആകാശം ഉണ്ടാ, അതും വലിയ രസമില്ല. നോർമലാണ്. സംഭവം ലേറ്റായതുകൊണ്ട് ഈ തണുപ്പത്ത് ആരെനിക്ക് ഇങ്ങോട്ട് വരും? അതല്ലേ മെയിൻ വിഷയം. അയ്യോ ഇത് ചെയ്യാനാ. ഇനി കോള് പറഞ്ഞ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, വരെ വെയിറ്റ് ചെയ്യണം. അത് തന്നെ ദിവസവും പിടിച്ച് ഞാൻ പമ്പ് ഓൺ ചെയ്ത് പരിപാടി കഴിഞ്ഞു. ഇൻലെറ്റും കൂട്ടി പമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ പരിപാടി വേറെ ഇല്ല. അടുത്ത് പോയി ഫുഡ് കഴിക്കും. ബാക്കി ആദ്യം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിഞ്ഞ് ഉടനെ ഇങ്ങ് പറയണം. ഇതും കഴിച്ചിട്ട് ഡ്യൂട്ടിയിൽ കയറണം. പിന്നെ രാവിലത്തെ ഉച്ചയ്ക്കുള്ളത് ഇന്നലെ ഇട്ട് വെച്ചതുണ്ട്. അത് തൈരിൻ്റെ കൂടെ റെഡിയാക്കി അതും കഴിക്കുന്നു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെയിലും നല്ല ഉറച്ച് ഇനി പോയി അവിടെ ചെന്നിരിക്കണം. അത് തന്നെ പരിപാടി. യെസ്, ഇനി ഇതും കഴിച്ചിട്ട് അവിടെ പോയിരിക്കുന്നു. വലിയ ഇതൊന്നുമില്ല ഇന്ന്, ചുമ്മാ അവിടെ ഇരുത്തം തന്നെയായിരുന്നു. നമ്മൾ വീട് ചെയ്യാത്തത് ചുമ്മാ ഇരിക്കുന്നു. പരിപാടിയില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോളൂ. ഇങ്ങനെ ഇരിക്കുന്നു. ഫോണും കിണ്ടിയിരിക്കുന്നു. ഇനി എല്ലാം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെൻറ്റ്, ഫോണ് ചാർജ്, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്, അങ്ങനെയൊക്കെ പരിപാടി. ഇതുവരെ ഫോണിലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും നോക്കി ഫോണിലെ ഗെയിം കളിക്കുന്നത്. ഇത് തന്നെ എൻ്റെ ജോലി, ഹോബി, ഡെയിലിയുള്ള ഹോബി അതാണ്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരും. छह बादाम है, 7-8 किशमिश है. ഇപ്പം തന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചതാണ്. കോൾ വരാൻ കുറച്ച് ലേറ്റാകും ചിലപ്പോൾ. അതുകൊണ്ട് ഇപ്പം തന്നെ ഓഫ് ചെയ്താണ്. ചെടിക്ക് വെള്ളം ഒഴിക്കും. ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇനി പോയി അവിടെ വരെ ഒന്ന് പോയി നോക്കണം. കാരണം ഒരു പമ്പ് ഓഫ് ചെയ്യാണ്ട് സൈഫെയർ ഇൻലെറ്റും അഡ്ജസ്റ്റ് ചെയ്യാണ്ട്, അതും കൂടി ചെയ്യാണ്ട്. ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ലേറ്റായി. പിന്നെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോൾ വരും. വെള്ളം കുടിച്ചിട്ട് പോകണം. അതുകൊണ്ട് കുഴപ്പമില്ല. ഔട്ട്ലെറ്റ് കുറച്ച് ഞാൻ അടുത്ത് ഇതെന്ന് പറഞ്ഞാൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പമ്പ് ഓഫ് ചെയ്ത് പിന്നെ സൈഫ ഇപ്പോൾ ഓപ്പൺ ചെയ്യണ്ട, വൈകുന്നേരം ഓപ്പൺ ചെയ്ത് ഔട്ട് കഴിഞ്ഞ് കിടക്കാൻ പെയ്യട് പോകണം. വൈകുന്നേരം ഓപ്പൺ ചെയ്ത് പിന്നെ നേരെ പോകണം. മുട്ട കഴിക്കാൻ വന്നതായിരുന്നു. ഇതുണ്ടാക്കേണ്ട രീതിയിൽ സൺസെറ്റ് അടിപൊളിയായിരുന്നു. ഞാൻ 5:30 പോയായിരുന്നു. അത് കുറച്ചും കൂടി കറങ്ങിയിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു. ഞാൻ അപ്പോഴേ ഫോൺ ചാർജിലിട്ടിരുന്നു. പിന്നെ മുട്ടയുണ്ടാക്കി ഇട്ടുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. ഇനി ഇവിടെ തന്നെ ഇരിക്കുന്ന 1.5 മണിക്കൂർ 2 മണിക്കൂർ. അപ്പോൾ ഇരുട്ട് പോയി ലൈറ്റ് ഓണാക്കണം. കാര്യങ്ങളെല്ലാം അങ്ങനെ പോകുന്നു. നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല നല്ല ചുവപ്പിൽ അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു. ഞാൻ കണ്ടായിരുന്നു.
5:30 അത് ശകലം കൂടി സണ്ണ് താണ എങ്ങനെയായാലും 5:45 തോന്നുന്നു. 5:45 തോന്നുന്നു. അടിപൊളി ഇതായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി പോയി ലൈറ്റ് അല്ലായിരുന്നു. ഇടയ്ക്ക് അങ്ങനെയാണ്. നേരത്തെ വരണമെന്ന് വിചാരിച്ചാലും വരാൻ പറ്റില്ല. ലൈറ്റിൽ ഇനി ഒന്ന് 6 മണിക്കുള്ള റീഡിങ് വഴി സെറ്റ് ചെയ്യണം. അത്ര പിന്നെ വെയിറ്റ് ചെയ്യണം. 7-8 മണി വരെ ഇവിടെ തന്നെ ഇരിക്കും. ഇനി ഒരു മടി ഫുഡ് മുട്ട കഴിച്ച് കഴിഞ്ഞു. ഇനി വേറെ ഒന്നുമില്ല. ഇനി ഒരു കോളും കൂടി വരാണ്ട്, അതിന് വെയിറ്റ് ചെയ്യണം. എൻ്റെ ഡ്യൂട്ടി സമയത്തായിരിക്കില്ല കോൾ വരണം. അവൻ്റെ ഞാൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വേറെ പരിപാടിയില്ല. ഇവിടെ തന്നെ ഇരിക്കണം. വേറെ അവൻ വന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കും. ചെറുതായിട്ട് കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഒന്ന് പഠിക്കണതാണ്. അതൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.